വൈകിട്ടൊരു 4, 4:15 ആകുമ്പോഴത്തേനും അന്നമോൾ സ്കൂൾ വിട്ട് വരും. ജോക്കുട്ടന് രാവിലെയാണ് പരീക്ഷ. ഉച്ചയാകുമ്പോഴത്തേനും അവനും എത്തും. ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞ് ഞാനും ജോക്കുട്ടനും എൽസും കൂടി ഒരു ഗംഭീര ഉറക്കം ഉറങ്ങും കേട്ടോ. ഇപ്പം അതാണ് പതിവ്. അത് കഴിയുമ്പോഴത്തേനുമാണ് അന്നമോൾ എത്തുന്നത്. ഇപ്പോഴും ജോക്കുട്ടൻ എണീറ്റിട്ടില്ല. നല്ല ഉറക്കമാണ്. എണീറ്റ് വരുമ്പോഴത്തേനും കൊടുക്കാനായിട്ടിതാ അവലും നനക്കാന്ന് കരുതി തേങ്ങ കൊത്തിയാണ് എടുത്തത്. ജീരകവും അതേപോലെ തന്നെ ഏലക്കയും കൂടിയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അവലും പിന്നെ നമ്മൾ പൊടിച്ച ശർക്കര മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടിയിട്ട് തേങ്ങയും കൂടിയിട്ട് നന്നായിട്ടങ്ങ് തേച്ച് കൂട്ടി മാറ്റി കുറച്ച് നേരം വെക്കണം. അപ്പോഴേ ആ അവൽ നനച്ചതിൻ്റെ ഒരു ടെക്സ്ചർ വരുള്ളൂ. ഞാൻ കൊച്ചിനെ അന്നമ്മോടെ കൈ കൊടുത്തിട്ട് ഓടി ഒന്ന് മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ചിക്കനും വേറെ കണസ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതെല്ലാം മേടിച്ചിട്ട് വന്ന് ഞാൻ എന്താ കുഞ്ഞിന് കുറുക്ക് കൊടുത്തു. എന്നമോള് സഹായിക്കില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അവൾ ഇടയ്ക്കൊക്കെ സഹായിക്കോട്ടെ. ഇപ്പോൾ പരീക്ഷ ആയതുകൊണ്ട് കൂടുതൽ ഞാൻ നിർബന്ധിക്കാറില്ല. രാവിലെ മുട്ട റോസ്റ്റിൻ്റെ ഗ്രേവി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതും പിന്നെ കുറച്ച് സവാളയും കൂടി വാട്ടിയിട്ട് ഞാൻ എന്താ വേഗത്തിലൊരു ചിക്കൻ കറി അങ്ങ് ഉണ്ടാക്കിയെടുത്തു. അവലെടുക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കുമാണ് അന്നമോള് പറഞ്ഞത് ഇന്നലെ മേടിച്ച ഫ്രൈഡ് റൈസിൻ്റെ ബാക്കി കുറച്ചിരിക്കുന്നുണ്ട്, അതിങ്ങ് തരുമെന്ന്. അപ്പോൾ അതും ചൂടാക്കി 2 ചപ്പാത്തിയും ചുട്ടിട്ട് വെച്ച ചിക്കൻ കറിയും കൂട്ടി അവർക്കങ്ങ് കൊടുത്തു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.